സംസ്ഥാനത്ത് ഇടത് തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ച് സർക്കാരും KSRTCയും. സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റിവെച്ചു. KSRTC സർവീസുകൾ ഭാഗികമായി മുടങ്ങി. പലയിടങ്ങളിലും KSRTC ബസ്സുകൾ സമരക്കാർ തടഞ്ഞു. BMS ഒഴികെയുള്ള 10 തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. തൈക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് 3/4 മണിക്കൂറായി. ബസ്സൊന്നും എടുക്കുന്നില്ല. പണിമുടക്കാൻ ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം അല്ല ഇതിന് മുമ്പേ പറഞ്ഞിരുന്നു പണിമുടക്കാമെന്ന് പറഞ്ഞ്. പക്ഷെ നമുക്ക് പോയി യാത്ര ചെയ്യാനുള്ള ബസ്സില്ലല്ലോ. ഈ ബസ്സിൻ്റെ ഒരു ഒറ്റമാർഗ്ഗേ ഉള്ളൂ. ജനങ്ങൾ വലയുന്ന പണിമുടക്കാണത്. ഇല്ല, ആരും വിളിക്കാൻ വരാൻ ഇല്ല. ബസ്സിൽ തന്നെ പോയാലേ പറ്റും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, കേരളത്തിൽ പലയിടത്തും ബസ്സുകൾ തടയുന്നു, യാത്രക്കാരെ തടയുന്നു, കണ്ടക്ടറെ മർദ്ദിക്കുന്നു, ഡ്രൈവറെ മർദ്ദിക്കുന്നു, ഡ്രൈവർ ഹെൽമറ്റ് വെച്ച് ബസ് ഓടിക്കുന്നു. ഡയസ്നോൺ പ്രഖ്യാപിച്ച ശേഷം ജീവനക്കാർ ജോലിക്കെത്തുമ്പോൾ അവരെ തടയുന്നു. അങ്ങനെ കേരളത്തിൽ മാത്രമായി ഒതുങ്ങുന്നുവെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്നു പണിമുടക്കിൻ്റെ ആദ്യ മണിക്കൂറുകൾ. തീർച്ചയായിട്ടും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പണിമുടക്ക് ആരംഭിച്ച് 8 മണിക്കൂർ പിന്നിടുമ്പോൾ കേരളത്തിന് പുറത്ത് വലിയ രീതിയിലുള്ള ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു പണിമുടക്ക് കേരളത്തിനകത്ത് എങ്ങനെയാണ് ജനജീവിതങ്ങളെ ബാധിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. രാവിലെ 6 മണിക്ക് മുതൽ ട്രെയിനുകൾ പലതും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് അവസാനമായിട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് മലബാർ എക്സ്പ്രസ് ആണ്. മലബാർ എക്സ്പ്രസ്സിൽ അതോടൊപ്പം തന്നെ വഞ്ചിനാട് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളാണ് ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ ജോലിക്കായിട്ട് തിരുവനന്തപുരം നഗരത്തിലേക്ക് വരുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതൽ വരുന്ന ട്രെയിനുകളാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ അവർ വന്നുകൊണ്ടേ പോകുന്നത് ഈ പ്രൈവറ്റ് ബസ്സിലോ അതോടൊപ്പം തന്നെ KSRTC ബസ്സിലൊക്കെയാണ്. ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബസ്സുകളോ അതിനൊക്കെ മറ്റ് സർവീസുകളോ ഒന്നുമില്ല. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ഇവിടത്തേക്ക്, അതായത് ഈ ശ്രീചിത്ര, RCC അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് തുടങ്ങിയ പ്രധാനപ്പെട്ട ആശുപത്രികളിലേക്ക് അന്യ ജില്ലകളിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകളുടെ അവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നത്തെ ദിവസം നേരത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചതാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട പരിശോധനകൾ, ഈ പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ, പ്രധാനപ്പെട്ട ചികിത്സകളൊക്കെ നേരത്തെ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഇന്നത്തെ ദിവസം വന്നേ പറ്റൂ. അപ്പോൾ അവർ അതിനെ നിർബന്ധിച്ച് ഇന്നത്തെ ദിവസം നിർബന്ധിക്കപ്പെട്ട് വന്നവരാണ് ഒരുപക്ഷെ ഈ വഴിയിൽ ബുദ്ധിമുട്ടി പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് രാവിലെ കേരള പോലീസിൻ്റെ 2 സർവീസുകൾ, അവരുടേതായിട്ടുള്ള 2 ബസ് സർവീസുകൾ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അത്തരത്തിൽ കേരള പോലീസിൻ്റെ ബസ് സർവീസുകൾ ഉണ്ടെങ്കിൽ പോലും അത് നമുക്കറിയാം, തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിറങ്ങുന്ന നഗരം, ഏറ്റവും കൂടുതൽ ആളുകൾ മറ്റ് സർവീസുകളിലേക്ക് മറ്റിടങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു കൂടുന്ന ഒരു സ്ഥലവും കൂടിയാണ് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു ഇടമായതുകൊണ്ട് തന്നെ ഈ പോലീസിൻ്റെ 2 വാനുകൾ അല്ലെങ്കിൽ 2 ബസ്സുകൾ മാത്രം ഇത്തരത്തിൽ, അല്ലെങ്കിൽ 2 ബസ്സുകൾ അല്ലെങ്കിൽ 2 വാനുകൾ മാത്രം കൊണ്ട് ഇത്തരത്തിൽ ഈ ആളുകൾക്കെല്ലാം പോകാൻ ഒന്നും കഴിക്കില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് നെയ്യാറ്റിൻകരയിലേക്ക് പോകുന്ന ബസ്സാണ്. ആ ബസ് പോലീസ് അകമ്പടിയോടുകൂടിയാണ് പോകുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഏതാണ്ട് 12 സർവീസുകൾ ഇതിനോടകം തന്നെ സിറ്റിയിലേക്ക് ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തിരിച്ച് ഏതാണ്ട് 2 സർവീസുകൾ രാവിലെ മുതൽ തിരിച്ച് 2 സർവീസുകൾ നെയ്യാറ്റിൻകരയിലേക്ക് പോയിട്ടുമുണ്ട്. രണ്ടാമത് പോയ സർവീസിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാരണം അതൊരു പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് ആ ബസ് പോകുന്നത്. കാരണം നമുക്കറിയാം, ഇടത് ട്രേഡ് യൂണിയനുകൾ ഏതാണ്ട് 10ഓളം തൊഴിലാളി സംഘടനകളാണ്, അല്ലെങ്കിൽ 10ഓളം സംഘടനകളാണ് ഇത്തരത്തിൽ ഇന്നത്തെ ഈ പണിമുടക്കത്തിനെ അനുകൂലിക്കുന്നെങ്കിൽ പോലും BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ, NGO ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ ഇതിൽ നിന്ന് BMS ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഒരു വിഭാഗം സംഘടനകൾ അനുകൂലിക്കുന്നവർ ഇത്തരത്തിൽ ഇവിടെ നിന്നും വിവിധ സർവീസുകൾ നടത്തും. അതായത് യാത്രക്കാരുണ്ടെങ്കിൽ അവരെയും കൊണ്ടുള്ള സർവീസ് നടത്തും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയിലേക്കുള്ള 2ാമത്തെ സർവീസ് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആൾ കയറ്റി പോയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു പോലീസ് വാഹനം മുന്നേ പോകുന്നുണ്ട്. അവരപ്പോൾ യാത്രക്കാർ പോകാൻ തയ്യാറാണെങ്കിൽ അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ ഈ ബസ് ഓടിക്കാൻ അല്ലെങ്കിൽ ബസ് സർവീസ് നടത്താൻ
നടത്താൻ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജീവനക്കാർ തയ്യാറാണെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ പോലീസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 സർവീസുകളാണ് ഇവിടെ നിന്നും ആരംഭിച്ചിട്ടുള്ളത്. പിന്നീടുള്ളത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള സ്വകാര്യ സർവീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൗജന്യ സർവീസ്, അതും കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ സർവീസ് ഉണ്ട്. പക്ഷേ ഈ സർവീസുകളൊന്നും ഇവിടെ എത്തുന്ന ജനങ്ങൾ, കാരണം ഓരോ അരമണിക്കൂർ ഇടപെടുമ്പോഴും ട്രെയിനുകൾ വന്നിറങ്ങുന്ന സ്ഥലമാണ്. അത് വിവിധ ഇടങ്ങളിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും കൊല്ലം സൈഡിൽ നിന്നാണെങ്കിലും ട്രെയിനുകൾ വന്നിറങ്ങുന്ന സ്ഥലമാണ്. ദൂരെ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഉൾപ്പെടെ ദൂരെ നിന്നും ആളുകളൊക്കെ വന്നെത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പോകേണ്ടതായിട്ടുള്ള മതിയായിട്ടുള്ള സർവീസുകൾ ഇവിടെ കുറവാണ്. കാരണം ഇന്ന് സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരെല്ലാം ജോലിയിൽ പ്രവേശിച്ചേ മതിയാവും. അപ്പോൾ അത്തരത്തിലൊരു അനിശ്ചിതാവസ്ഥ തുടർന്നതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളുടെ അപര്യാപ്തതയുണ്ട്. അവിടെയാണ് സേവാഭാരതി പോലുള്ള സംഘടനകളും ഒക്കെ പ്രവർത്തിക്കുന്നത്. നിലവിലിപ്പോൾ ഏതാണ്ട് 3ഓളം മെഡിക്കൽ കോളേജിലെ സേവാഭാരതി ആംബുലൻസിൻ്റെ 3ഓളം ആംബുലൻസുകളാണ് ഇതുവരെ ഇവിടെ നിന്ന് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. അത് RCCയിലെ ജീവനക്കാർ, അതോടൊപ്പം തന്നെ അവിടെ ഈ ശ്രീചിത്രയിലെ ജീവനക്കാർ, മെഡിക്കൽ കോളേജ് ജീവനക്കാർ, അവിടെ ഇത്തരത്തിൽ ചികിത്സ തേടി വരുന്നവർ, അവരെയൊക്കെ കൊണ്ടുപോകാനായിട്ടാണ് 3 ആംബുലൻസ് സർവീസുകൾ ഇവിടെ നിന്നും അല്ലെങ്കിൽ 3 ആംബുലൻസുകൾ ഇവിടെ നിന്ന് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. അത് ഇടയ്ക്കിടയ്ക്ക് അരമണിക്കൂർ ഇടവിട്ട് ഇവിടെ നിന്നും സർവീസ് നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും തിരക്ക് കൂടുതലുള്ള സമയമാണ്. ഇന്ന് ഇത്തരത്തിൽ അത്യാവശ്യത്തിന് വന്ന ആൾക്കാർക്ക് സമയബന്ധിതമായിട്ട് ഇവിടുന്ന് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, കടകളൊന്നും ഇവിടെ തുറന്നിട്ടില്ല. കാരണം കടകൾ തുറക്കാൻ അനുവദിക്കാൻ രാവിലെ ഏതാണ്ട് 5:30 മണിക്ക് ഇത്തരത്തിൽ ഈ ബസ് സർവീസ് നടത്താൻ ആരംഭിക്കുന്ന സമയത്ത് ട്രേഡ് യൂണിയനുകൾ വന്ന് ട്രേഡ് യൂണിയൻ്റെ ഭാരവാഹികളൊക്കെ വന്ന് ബസ് തടയുന്ന ഒരു കാഴ്ചയൊക്കെ കാണാമായിരുന്നു. അതോടൊപ്പം തന്നെ പേരൂർക്കട ഡിപ്പോയിൽ നിന്നും ഷണ്ട് ചെയ്ത് വന്ന ഇലക്ട്രിക് ബസ് ചാർജ് ചെയ്യാനായിട്ട് പാപ്പനംകോടേക്ക് കൊണ്ടുവന്ന ബസ് വഴിയിൽ വെച്ച സമരാനുകൂലികൾ അല്ലെങ്കിൽ പണിമുടക്കിൻ്റെ അനുകൂലികൾ തടഞ്ഞിട്ടുണ്ട് എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജനജീവിതത്തെ അല്ലെങ്കിൽ ജനദ്രോഹ നയങ്ങളാണ് ഒരുപക്ഷെ സർക്കാരിൻ്റെ സമ്മതത്തോടു കൂടി, സർക്കാരിൻ്റെ മൗനസമ്മതത്തോടു കൂടി, അനുമതിയോട് കൂടിയിട്ടുള്ള ജനദ്രോഹ നയങ്ങളാണ് ഒരുപക്ഷെ നടപ്പിലാക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. എന്തായാലും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഇടമാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെ. അവിടെയൊക്കെ ജനജീവിതം ദുസ്സഹമാകുന്നൊരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പഠിക്കാനായിട്ട് വന്നവരും, അതോടൊപ്പം തന്നെ ആശുപത്രിയിലേക്ക് വന്നവരും, ജോലിക്കായിട്ട് വന്നവരും, മറ്റ് ആവശ്യങ്ങൾക്കായിട്ടുമൊക്കെ വന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ കഴിയാതെ യാത്രാക്ലേശം അനുഭവിക്കുന്ന കാഴ്ച നമുക്കോട് പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർവകലാശാലകളുടെ വാഹനങ്ങളും നിരത്തിലൂടെ ഓടുന്നുണ്ട്. 1-2 ഓട്ടോറിക്ഷകൾ നമ്മൾ നേരത്തെ തത്സമയം കണ്ടു. അപ്പോൾ അതൊക്കെ സവാരിക്കിറങ്ങിയതാണോ? തീർച്ചയായിട്ടും അത് സവാരിക്ക് ഇറങ്ങിയതാണെങ്കിൽ പോലും ഇവിടെ നിന്നിട്ട് ആരെയും ഓട്ടോയിലേക്ക് കയറാൻ പോലീസ് അനുവദിക്കുന്നില്ല. കാരണം ഈ ഓട്ടോയിലേക്ക് കയറി സിറ്റിയുടെ പരിധി വിട്ട് പോവുകയാണെങ്കിൽ, പോലീസിൻ്റെ പരിധി വിട്ട് പോവുകയാണെങ്കിൽ ആ വാഹനത്തെ ആക്രമിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, സൗജന്യ യാത്ര, അതായത് ആശുപത്രി യാത്ര എന്നൊക്കെ എഴുതി ബോർഡ് വെച്ചിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ഒരുപക്ഷെ സുരക്ഷിതത്വമുള്ളത്. അല്ലാത്ത വാഹനങ്ങൾക്ക് എല്ലായിടത്തും പോലീസിന് ഓടിയെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിൽ ഇവിടെ ഈ പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നും ഓട്ടോയിലേക്ക് ആളുകളെ കയറാൻ പോലീസ് അനുവദിക്കുന്നില്ല. അവർക്ക് വേറെ ബസ്സുകൾ വരും, അല്ലെങ്കിൽ പോലീസിൻ്റെ ബസ് അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകളുടെയൊക്കെ ബസ്സുകൾ എത്തുമെന്നുള്ള മുന്നറിയിപ്പ് മാത്രമാണ് കൊടുക്കുന്നത്. കാരണം ഈ പരിധി വിട്ടുപോയാൽ എന്തെങ്കിലും അക്രമം ഉണ്ടാകുകയാണെങ്കിൽ, എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാകും. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള സുരക്ഷയും കൂടി നൽകുന്നുണ്ട്. എന്തായാലും രാവിലെ 6 മണിക്ക് ചെറിയ രീതിയിൽ ബസ് ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ നടന്നതല്ലാതെ മറ്റു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഒരുപക്ഷെ ഇവിടെ തമ്പാനൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ രാവിലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പേരൂർക്കടയിൽ ഈ ഇലക്ട്രിക് വാഹനം തടഞ്ഞത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നെയ്യാറ്റിൻകരയിലേക്ക് ഏതാണ്ട് 12 സർവീസുകൾ നെയ്യാറ്റിൻകരയിൽ നിന്നും തിരുവനന്തപുരത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകരയിലേക്ക് 2 സർവീസുകളും നടത്തിയിട്ടുണ്ട്. അവർക്ക് പ്രത്യേക പോലീസ്, ആ സർവീസുകൾക്ക് പ്രത്യേക പോലീസ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ മണിക്കൂറുകൾ, ഏതാണ്ട് 8 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഒരുപക്ഷെ ഈ പണിമുടക്ക് വിജയകരമായി പൂർത്തിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലായിടത്തും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ യാത്രക്കാർക്ക് ഒരു പരിധിവരെ, ഒരുപക്ഷെ ജനങ്ങൾക്ക് ഒരു പരിധിവരെ സഹായം ചെയ്യുന്ന കാഴ്ച കാണാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാലും ഈ സർവീസുകളുടെ അപര്യാപ്തത മൂലം പൊതുജനങ്ങൾ യാത്രാക്ലേശം അനുഭവിക്കുന്നതായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൃഷ്ണരാജ്.
യെസ്, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നാണ് ടിൻഡുദാസ് വിവരങ്ങൾ നൽകിയത്. അവിടെ 2 ബസ്സുകൾ നെയ്യാറ്റിൻകരയിലേക്ക് പോയി. കാരണം ഈ ഇടവിട്ടിടവിട്ട് വരുന്ന ട്രെയിനുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നവർക്ക് ഒരുപക്ഷെ വളരെ ദൂരെ നിന്ന് വരുന്നവരായിരിക്കും. അവർക്ക് വീടുകളിൽ എത്തണമല്ലോ. അപ്പോൾ വിളിക്കാൻ വരാൻ ആളുണ്ടാകാത്ത അവസ്ഥയുള്ളവരുണ്ട്. അല്ലെങ്കിൽ വിളിക്കാൻ വന്നാൽ തന്നെ വഴിയിൽ തടയുന്ന സാഹചര്യമുണ്ടാകാം. അതുകൊണ്ട് പോലീസിൻ്റെ അകമ്പടിയോടെയാണ് KSRTC ബസ്സുകൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെടുന്നത്. ഓട്ടോറിക്ഷയിലൊന്നും കയറാൻ പോലീസ് തന്നെ അനുവദിക്കുന്നില്ല. കാരണം അവരുടെ പരിധി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നറിയില്ലല്ലോ. അതുകൊണ്ട് അവരത് തടയുന്നുമുണ്ട്. ഏതായാലും സമരക്കാർ ഒരുപക്ഷെ 10 മണിയോടെയൊക്കെ പ്രകടനവുമായൊക്കെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തും. അല്ലെങ്കിൽ വിവിധ പ്രകടനങ്ങൾ പലയിടങ്ങളിൽ നടത്തും. അപ്പോഴാകും വാഹനങ്ങൾ കൂടുതലായി തടയുകയും കാറ്റഴിച്ചു വിടുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്.